തനിക്കെതിരായ പരാതി ഗൗരവത്തിലെടുക്കുന്നില്ലെന്ന് ബിജെപി പാലക്കാട് നഗരസഭാ സ്ഥാനാർത്ഥി ഇ കൃഷ്ണദാസ്. എല്ലാവരോടും സ്നേഹം മാത്രമാണുള്ളത്. നിലവിലെ വൈസ് ചെയർമാനായ കൃഷ്ണദാസിനെതിരെയാണ് പരാതി. മറുപടി പറയേണ്ടത് സംസ്ഥാന ജില്ലാ അധ്യക്ഷന്മാരെന്നും തനിക്ക് ചിഹ്നം നൽകിയത് പാർട്ടി ജില്ലാ പ്രസിഡന്റാണെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് ഒരു പരാതിയുമില്ല. ആ ചോദ്യം ചോദിക്കേണ്ടത് ഇവിടുത്തെ എനിക്ക് ചിഹ്നം അനുവദിച്ചു തരാൻ പോകുന്ന ബഹുമാന്യനായിട്ടുള്ള പാലക്കാട് ജില്ലാ അധ്യക്ഷനോടാണ്. ഈ ചോദ്യം ചോദിക്കേണ്ടത് ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ അവറുകളോടാണ്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ മത്സരിക്കുക എന്നതല്ലാതെ എനിക്ക് മറ്റു പോംവഴികളൊന്നും എൻ്റെ മുമ്പാകെ. പ്രതികരണം തേടിയെത്തിയ മാധ്യമങ്ങളുടെ കരുതലിന് നന്ദിയുണ്ടെന്നും കൃഷ്ണദാസ് വ്യക്തമാക്കി. പത്രക്കാരൻ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും കരുതലിനൊക്കെ ഞാൻ നന്ദി സൂചിപ്പിക്കുകയാണ് ഇവിടെ. അതിനുള്ള ഉത്തരമാണ് എൻ്റെ പിന്നിൽ നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി പാർട്ടിയുടെ പ്രവർത്തകരും അതേപോലെ തന്നെ ഈ എൻ്റെ പിന്നിൽ നിൽക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽപ്പെട്ടിട്ടുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങൾ അതിനുള്ള ഉത്തരമാണ്. അത്തരത്തിലുള്ള ഒരു സംഗതിയും ഞങ്ങളെ പിന്നോട്ട് അടുപ്പിക്കുന്നില്ല. പാത മുന്നോട്ടാണ്. വികസിത പാലക്കാട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ്. അത്തരത്തിൽ ഈ പറഞ്ഞ നിങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ള സംഗതികളൊന്നും നമ്മൾ യാതൊരു വിധത്തിലുള്ള വിലയും കൊടുക്കുന്നില്ല. അതിന് ഈ പറയുന്ന രീതിയിലുള്ള ദുർവ്യാഖ്യാനങ്ങളൊന്നും നടത്തരുതെന്ന് മാത്രമേ നിങ്ങളോട് മുന്നിൽ വെക്കാൻ. 170-ലധികം പേരാണ് RSSന് പരാതി നൽകിയത്. വിജയിച്ചാൽ മുനിസിപ്പൽ ചെയർമാൻ പാർട്ടിയാണ് ആരാണ് ചെയർമാൻ ആവേണ്ടത്, ആരാണ് മറ്റ് സ്ഥാനങ്ങൾ വഹിക്കേണ്ടത് എന്ന് പാർട്ടിയുടെ ഉന്നതരാണ് തീരുമാനിക്കുന്നത്. ഞാനിപ്പോൾ ചെയർമാൻ സ്ഥാനത്തേക്കല്ല മത്സരിക്കുന്നത്. പട്ടിക്കരയിലെ സാധാരണക്കാരെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ് ഞാൻ. പട്ടിക്കരയിലെ ജനങ്ങൾക്കൊരു ഓഫർ ഇവിടെ വെച്ച് കഴിഞ്ഞു. നാളെ തന്നെ അടുത്ത 5 വർഷത്തേക്കുള്ള കൗൺസിലർ ഓഫീസ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. മുഴുവൻ സേവനങ്ങളും നഗരസഭയിലേക്ക് വരാതെ തന്നെ പട്ടിക്കരയിലെ ഈ ഒരു പ്രദേശത്ത് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കുമെന്നുള്ള വാഗ്ദാനമാണ് ജനങ്ങളുടെ മുമ്പായി വെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതിനുള്ള ഉത്തരമാണ് എൻ്റെ ഏറ്റവും സീനിയറായിട്ടുള്ള പാർട്ടിയുടെ നേതാവായിട്ടുള്ള ശിവരാജേട്ടൻ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഏറ്റവും ശക്തരായിട്ടുള്ള ഈ പറയുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾ എൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. അതൊന്നും ഇവിടെ വിഷയമല്ല. ആകുമെന്ന് കരുതപ്പെടുന്നയാളാണ് കൃഷ്ണദാസ്. പാർട്ടി സംസ്ഥാന ട്രഷററാണ് ഇദ്ദേഹം. ഇന്നലെ എൻ്റെ വീട്ടിൽ ഒപ്പ് ശേഖരിക്കാൻ വന്നു. എന്താ ചോദിച്ചു, ലോക്കൽ ആൾക്കാർ വേണം. ആരാ വേണ്ടത്, ആരാ വന്നിരിക്കുന്നത്? അത് 4 ആൾ. അത് 4 ആൾക്കും എനിക്കിവിടെ BJP പ്രവർത്തകർ പാലക്കാട് ജില്ല അറിയാത്ത ഒരാളില്ല. BJPയുമായി ഒരു ബന്ധവുമില്ല. ഏതെങ്കിലും മദ്യഷാപ്പിൽ പോയി ആരെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട് അതിനെയും കൊണ്ട് ഒപ്പുപോകാൻ വന്നാൽ അതിൻ്റെ അതല്ല. പിന്നെ 117 പേര് പറഞ്ഞു. അവരെന്താ പറഞ്ഞ സ്ത്രീ, ഞങ്ങൾ ആളെ മാറ്റിയില്ലെങ്കിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും. എന്താ ഇപ്പോൾ ഇവിടെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുക? 100 വോട്ട് കിട്ടുന്ന മാത്രം 109 വോട്ട് കിട്ടുമായിരിക്കും. അതല്ല, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. CPM എന്നുള്ള പാർട്ടി ഇവിടെ ഇല്ലവേ ഇല്ല. BJP സംഘടനാ പ്രവർത്തനത്തില്ല. ഏതെങ്കിലും ആൾക്കാരെ ഏതെങ്കിലും ക്ലബ്ബിൽ പോയി 4 പെഗടിച്ചിട്ട് ഇവിടെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അതൊന്നും BJP അവരോട് പോയി ചോദിക്കും. ഞാൻ ഇവിടെ വന്ന ഉടനെ ഞാൻ അയച്ചു. ഞാൻ പിന്നെ എൻ്റെ അടുത്ത് കാട്ടിയതില്ല, എഴുത്ത് മിണ്ടാണ്ട് പോയി. എനിക്കിതിലൊന്നും പേടിയില്ല. ഇതിനെക്കാട്ടിയ പ്രതിസന്ധികൾ ഞങ്ങൾ അതിജീവിച്ച ആളാണ്. എന്നപ്പോൾ ഞാൻ മരിക്കുന്നവരെ കൗൺസിലറാകാൻ എൻ്റെ പാർട്ടി എഴുതി തന്നിട്ടൊന്നുമില്ല. അതൊന്നും പ്രശ്നമില്ല. ശിവരാജന്റെ വാക്കുകൾ മനസ്സിലാക്കുന്നത് ആരൊക്കെയോ അങ്ങനെ ഒരു ഒപ്പ് ശേഖരണത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഗൗരവത്തോടു കൂടി വക്കീൽ കാണുന്നില്ലേ? അദ്ദേഹം സൂചിപ്പിച്ചു. അതായത് പാർട്ടിയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളാണ് അദ്ദേഹത്തെ സമീപിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആളുകളാണ് ആ കത്തുമായിട്ട്. അങ്ങനെ പാർട്ടിയുടെ ലേബിൾ വെച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. പാർട്ടിയുടെ എന്തെങ്കിലും ഒരു ലെറ്റർ പാഡിലോ പാർട്ടിയുടെ എന്തെങ്കിലും ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകളോ അല്ല ഇതിന് ഇറങ്ങിയിരിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.